ഡോക്ടർ, എൻ്റെ കുഞ്ഞ് എപ്പോഴും കണ്ണും ചെവിയും ഒരയ്ക്കാറുണ്ട്. അപ്പം അതിനെന്താണ് ഒരു റീസൺ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും റെമഡീസ് ഉണ്ടോ? കുഞ്ഞുങ്ങളിലെ കണ്ണും ചെവിയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉരയ്ക്കുക, ചെറുതായിട്ട് മൂക്കിന് ചെറിയ വെള്ളമൊക്കെ ഒലിക്കുക, ഇങ്ങനത്തെ കണ്ടീഷൻസ് വളരെ കോമൺ ആയിട്ട് നമുക്ക് ഒപ്പിടിയിൽ വരുന്ന ഒരു കാര്യമാണ്. ഇതിനെ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയും. ഇത് ആയുർവേദത്തിൽ ദുഷ്ടപ്രതിശായം എന്നൊക്കെ വിളിക്കപ്പെടും. ഇതിൻ്റെ കാരണങ്ങളായിട്ടുള്ളത് ഇൻഹേൽഡ് ആയിട്ടുള്ള അലർജൻസ് ആണ്. ഈ അലർജൻസ് ഇവിടെ നിന്ന് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള ഡസ്റ്റ്, നമ്മൾ ബെഡ്ഷീറ്റിൽ പില്ലോസിലൊക്കെ വരുന്ന ചെറിയ മൈന്യൂട്ട് ഡസ്റ്റുകൾ, മറ്റൊന്നാണ് മുറ്റത്തും പറമ്പിലുള്ള ചെടികളിൽ നിന്നുള്ള പോളൻസ്. ഇതും ഒരു കാരണമാണ്. വേറെ ഒന്നാണ് നമ്മൾ മോൾഡ് സ്പോർസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫംഗസ് ആണ്. ഈർപ്പമുള്ള ഏരിയയിൽ ഒക്കെ ഉണ്ടാകുന്ന ഒരു തരം ഫംഗസും ഇതും ഒരു അലർജൻസ് ആണ്. ഈ അലർജൻസ് എല്ലാം ബോഡിയിൽ ചെന്നിട്ടുള്ള ആ കുട്ടിയുടെ ബോഡി കാണിക്കുന്ന ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുള്ള റിയാക്ഷൻസ് ആണ് ഈ പറയുന്ന കണ്ണ് ചൊറിയലും ചെവി ചൊറിയലും ഒക്കെ ഉള്ളത്. ഇത് ചിലപ്പോൾ വിത്തിൻ എക്സ്പോഷർ വന്ന വിത്തിൻ മിനിറ്റ്സിനുള്ളിലോ അല്ലെങ്കിൽ അതൊരു 1-2 ആഴ്ചയ്ക്ക് ശേഷമോ കാണാം. ഇത് കുട്ടിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ് ചോദ്യം ചെയ്യുന്നത്. വളരെ വീക്കായിട്ടുള്ള കുട്ടിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിയാക്ഷൻസും ഇല്ല, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഉള്ള കുട്ടിയാണെങ്കിൽ കുറച്ചുകൂടി സമയം കഴിഞ്ഞ് പിന്നെയും കണ്ടിന്യൂസ് എക്സ്പോഷർ വരുമ്പോഴായിരിക്കും നമുക്ക് ഈ ലക്ഷണങ്ങൾ കാണാൻ പറ്റുക. ഇതിന് നമുക്ക് ആയുർവേദത്തിൽ വളരെ ഫലപ്രദങ്ങളായിട്ടുള്ള മെഡിക്കേഷൻസ് ഉണ്ട്. ഹരിദ്രാഖണ്ഡം, ഇന്ദുകാന്തം കഷായം, ഇല്ല പോരെ നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ട് തന്നെ ഡീടോക്സ് ട്രീറ്റ്മെൻറ്റ്സും ഒക്കെ ചെയ്ത് തന്നെ നമുക്ക് ഈ അസുഖം മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ നിന്ന് കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടുകയും കുട്ടി ഇങ്ങനത്തെ അലർജി പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യും. പക്ഷേ ഇതിൽ ഏറ്റവും പ്രായമായിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തിനോടാണ് കുട്ടിക്ക് അലർജി എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മുടെ വീട് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ടാവണം, ഡസ്റ്റുകളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ടാവാം. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര മരുന്ന് കൊടുത്താലും അലർജൻസിനോടുള്ള എക്സ്പോഷർ കൂടുകയും ഇതേ പ്രശ്നങ്ങൾ വീണ്ടും വരാനും സാധ്യതയുണ്ട്.